Asylum SSC RRB എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ RRB JEE നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലേ? എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പോലെയുള്ള കോഴ്സ് പഠിച്ച ആൾക്കാർ എത്രയോ കാലമായി കാത്തിരിക്കുന്ന നമ്മുടെ എക്സാം ആണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 28-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അപ്ലിക്കേഷൻ പ്രോസസ്സിലായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് മിസ് ഈ RRBയും സോണും തമ്മിലുള്ള വ്യത്യാസം? എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? കേരളത്തിലുള്ള സോണുകളിൽ എവിടെയാണ് വേക്കൻസി കൂടുതൽ? ഏതൊക്കെ RRB ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ITI പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കുറേ അധികം കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് വേഗത്തിലൊന്ന് നോക്കാം. അപ്പൊ ആർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക? അപ്പൊ നമ്മുടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ഇതിലൊക്കെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, 3-year diploma in engineering or bachelor's degree in engineering or technology. 3-year diploma, 3 വർഷത്തെ ഡിപ്ലോമയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 3 വർഷം ഡിപ്ലോമ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നെ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് അങ്ങനെ പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ മെക്കിന്റെ മാത്രം നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ വരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിംഗ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, മെഷീൻ, tools and machine engineering, tools and die making engineering, combination of any substream of basic streams of above disciplines. ഇതിലെല്ലാം 3-year ഡിപ്ലോമയോ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയോ, ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജിയോ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള. അങ്ങനെ എല്ലാ സ്ട്രീമിൻ്റെതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കൊടുത്തിട്ടുണ്ട്, സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡിഗ്രി 3 വർഷത്തെ ഡിപ്ലോമ ആവട്ടെ, അത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ആവട്ടെ, എന്തുമാവട്ടെ, നിങ്ങൾ ഈ അലൈഡ് എഞ്ചിനീയറിംഗിൽ, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കോഴ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി എല്ലാവർക്കുമുള്ള ഡൗട്ടാണ്, എന്താണ് RRBയും RRB സോണുകളും അല്ലെ? അപ്പൊ RRB എന്ന് പറയുന്നത് ഈ സോണുകളിലേക്ക്, റെയിൽവേയുടെ 17 സോണുകളിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്ന, അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റെയിൽവേയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോഡിയാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ലെങ്കിൽ RRB എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം RRB ഉണ്ട്, ചെന്നൈ RRB ഉണ്ട് അല്ലെ? അപ്പൊ ഇത് രണ്ടും വരുന്നത്, ഇവർ രണ്ടുപേരും ട്രിവാൻഡ്രം RRBയും ചെന്നൈ RRBയും എക്സാം നടത്തുന്നത് ഏത് റീജിയനിലേക്കാണ്? ഈ ഒരു റീജിയനിലേക്കായിരിക്കും അല്ലെ? ട്രിവാൻഡ്രം RRB ഉണ്ട്, ചെന്നൈ RRB ഉണ്ട്. ഇവർ എക്സാം നടത്തുന്നത് ഈ ഒരു റീജിയനിലായിരിക്കും, അതായത് സദേൺ റീജിയനിലേക്കാണ് ഇവർ എക്സാം നടത്തുന്നത്. സദേൺ. അങ്ങനെ ഓരോ RRBകളും എക്സാം നടത്തുന്നത് ഡിഫറെന്റ് സോണുകളിലേക്കായിരിക്കും. ചിലപ്പോൾ 2 RRBകൾ കൂടി ചേർന്നിട്ട് ഒരു സോണിലേക്ക് എക്സാം നടത്തും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ കേരളത്തിലുള്ള ഒരാളാണ്, ഞാൻ RRB JEEക്ക് അപ്ലൈ ചെയ്യാണ്, എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ഞാൻ എക്സാം എഴുതുന്നു. അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ജോലി കിട്ടുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം എന്താണ്? ഇവിടെ ട്രിവാൻഡ്രം RRBയിൽ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഈ ട്രിവാൻഡ്രം RRB റിക്രൂട്ട് ചെയ്യുന്നത് എവിടത്തോട്ടാണ്? ഈ സദേൺ റീജിയൻ, സദേൺ സോണിലേക്കാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കിട്ടാണ്ടിരിക്കാം. ഇനി നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയാണെങ്കിൽ RRBയും സോണും ഓക്കെയാണ്, അപ്പൊ നമ്മൾ ഏത് സോൺ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് RRB ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവരുടെയും ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. അത് കംപ്ലീറ്റ്ലി നമ്മുടെ പേഴ്സൺ ഡിപ്പെൻഡന്റ് ആണ് കേട്ടോ. ചില ആൾക്കാർക്ക് ഉണ്ടാവും, ഇപ്പൊ ഞാൻ കേരളത്തിലേ ജോലി ചെയ്യുള്ളൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യുക? ട്രിവാൻഡ്രം സെലക്ട്. ഇനി ചില ആൾക്കാർക്ക് ഉണ്ടാവും, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടിയാൽ മതി, ഞാൻ എവിടെയും പോയി വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വേക്കൻസി നോക്കിയിട്ടും ബാക്കിയുള്ള പ്രിഫറൻസ്, നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ് നോക്കിയിട്ടും നമ്മൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കമന്റ് ചെയ്യാൻ ശരിക്കും പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രിഫറൻസ് നോക്കിയിട്ട് നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് RRBയും സോണുകളും അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന RRBകളാണ് ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, സെക്കന്ദരാബാദ്, ട്രിവാൻഡ്രം അല്ലെ, തിരുവനന്തപുരം. അപ്പോ ഈ ബാംഗ്ലൂർ RRB സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ് സോൺ വരുന്നത്. ചെന്നൈ വരുന്നത് സതേൺ റെയിൽവേ ആണ്. മുംബൈ വരുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ, സെൻട്രൽ റെയിൽവേ. ഇനി സെക്കന്ദരാബാദ് വരുന്നത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ, തിരുവനന്തപുരം വരുന്നത് സതേൺ റെയിൽവേ. അപ്പൊ മുംബൈയുടെ അണ്ടറിൽ കാണുന്ന വേക്കൻസികൾ ഈ 3 സോണുകളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, വേക്കൻസി വന്നിട്ടുണ്ടാവുക. ബാംഗ്ലൂരിൽ വരുന്നതാണെങ്കിലോ സൗത്ത് വെസ്റ്റേൺ റെയിൽവേന്റെ അണ്ടറിൽ വരുന്ന വേക്കൻസിയാണ് ബാംഗ്ലൂർ RRB റിപ്പോർട്ട് ചെയ്യുക. ചെന്നൈ RRB റിപ്പോർട്ട് ചെയ്യുക സതേൺ റെയിൽവേയിൽ വരുന്ന വേക്കൻസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി പോസ്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മുടെ പോസ്റ്റുകൾ എന്ന് പറയുന്നത് സിവിൽ ബ്രാഞ്ചിന് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് DMS, അതായത് ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ്, എഞ്ചിനീയറിംഗ് പോസ്റ്റുകൾ. ഇനി എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എന്ന് പറയുന്നത് DMS, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഉണ്ട്. ആ 2 പോസ്റ്റിലേക്കും മെക്കാനിക്കൽ ഉള്ളവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 3 ഇയർ ഡിഗ്രി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ അലൈഡ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ അതിൽ 3 ഇയർ ഡിഗ്രി ഉള്ളവർക്ക് DMS, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഓക്കെ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് DMS, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, S&T ഇത്രയുമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ നോക്കിയോ, നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് DMS അപ്ലൈ ചെയ്യാം, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, S&T ഇത്രയുമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സോൺ വൈസ് വേക്കൻസി സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ നമ്മുടെ ബാംഗ്ലൂർ RRB നമ്മൾ അപ്ലൈ ചെയ്യുന്ന, കേരളത്തിലുള്ള ആൾക്കാർ പൊതുവെ അപ്ലൈ ചെയ്യുന്ന RRB ആണ് ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, സെക്കന്ദരാബാദ്, തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ സോൺ വൈസ് വേക്കൻസീസ് ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ബാംഗ്ലൂർ ആണെങ്കിൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ 195 വേക്കൻസി, മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് 202 വേക്കൻസിയാണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അലൈഡ് എഞ്ചിനീയറിംഗ് 215 വേക്കൻസിയാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബ്രാഞ്ചസും അതിന്റെ വേക്കൻസിയും നോക്കണം. ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് പ്രിഫറൻസസ്. അത് നമുക്ക് പറയാം. അതിനു മുന്നേ ചെന്നൈ RRB ആണെങ്കിൽ അത് സൗത്ത് റെയിൽവേ ആണ് വരുന്നത്. അതിൽ സിവിലുകാർക്ക് 154 വേക്കൻസി ആണ് വരുന്നത്. മെക്കാനിക്കൽ ആണെങ്കിൽ 444, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ 484. അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് മുംബൈ RRB. മുംബൈ RRBയിൽ 3 സോണുകളാണ് വരുന്നത്, സൗത്ത് സെൻട്രൽ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ, സെൻട്രൽ റെയിൽവേ. ആ 3ലേക്കും കൂടിയിട്ടുള്ള വേക്കൻസിയാണ് സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ 555 വേക്കൻസി, മെക്കാനിക്കൽ ആൻഡ് അലൈഡിൽ 800 വേക്കൻസി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ എത്ര വേക്കൻസിയാണ്, 897 വേക്കൻസി. ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് മുംബൈ RRBയിലാണ്. ഈ 3 സോണിലും കൂടിയാണ് ഇത്രയും വേക്കൻസി. നെക്സ്റ്റ് സെക്കന്ദരാബാദ് ആണ്, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ, സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് 386, മെക്കാനിക്കൽ ആൻഡ് അലൈഡ് 178, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 229 വേക്കൻസി ആണ്. നെക്സ്റ്റ് തിരുവനന്തപുരം RRB നമ്മുടെ സതേൺ റെയിൽവേ ആണ്, സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് 50 വേക്കൻസി, മെക്കാനിക്കൽ ആൻഡ് അലൈഡ് 58, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 71. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സോൺ വൈസ് വേക്കൻസി നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ പ്രിഫറൻസ് നോക്കി അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പോസ്റ്റ് പ്രിഫറൻസസ് അല്ലെ. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ അവസാനത്തെ പേജുകളിലേക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്ക് കുറെ അധികം പോസ്റ്റുകൾ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ പോസ്റ്റുകളെ ഓഫീസ് ഡ്യൂട്ടി, ഷിഫ്റ്റ് ഡ്യൂട്ടി, എമർജൻസി ഡ്യൂട്ടി എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ പ്രിഫറൻസസ് ഏതാണോ ആ പ്രിഫറൻസിന്റെ വേക്കൻസി എവിടെയാണ് കൂടുതൽ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പൊ നിങ്ങൾ ഓഫീസ് ഡ്യൂട്ടി ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അത്തരം പോസ്റ്റുകളാണ് നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾ എമർജൻസി ഡ്യൂട്ടിക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ അത് ഫസ്റ്റിലോട്ട് വെക്കുക. മാക്സിമം അപ്ലൈ ചെയ്യുമ്പോൾ പ്രിഫറൻസ് നോക്കി എല്ലാ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇനിയിപ്പോ ചിലപ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന പോസ്റ്റിന് ഏറ്റവും വേക്കൻസി കുറഞ്ഞ സ്ഥലത്തായിരിക്കാം
ആ ഒരു പോസ്റ്റിന് വേക്കൻസി കൂടുതൽ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസിന് എവിടെയാണോ വേക്കൻസി കൂടുതൽ അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ RRB JEE CBT 1ന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം അറിയുന്നുണ്ടാവും അല്ലെ. കാരണം ടെക്നിക്കലി നമ്മൾ വളരെ സ്ട്രോങ് ആണെങ്കിൽ പോലും നമ്മുടെ നോൺ ടെക്നിക്കൽ പാർട്ട് സെറ്റ് ആയാൽ മാത്രമേ നമുക്ക് CBT 1 എന്ന് പറയുന്ന ആ വലിയ കടമ്പ കടന്ന് CBT 2ലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ CBT 2ലാണ് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് മൊത്തം കാണിക്കുന്ന എക്സാംസ് വരാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ RRB JEE എന്ന് പറയുന്ന ആ വലിയ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിക്കാനായി നമ്മുടെ Xylem SSC RRB CBT 1 അതായത് നോൺ ടെക്നിക്കൽ പാർട്ടിലേക്ക് വേണ്ടി ഒരുക്കുന്ന കോഴ്സാണ് എഞ്ചിനീയേഴ്സ് എക്സ്പ്രസ് ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ബാച്ച് ഫീസ് എന്ന് പറയുന്നത് 3,999 മാത്രമാണ്. ഇപ്പോഴും നമ്മുടെ കോഴ്സ് സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളുടെ റെക്കോർഡഡ് സെഷൻസ് ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. കാരണം ആ വലിയ സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് നേടാനുള്ളതാണ്. അപ്പൊ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.